ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഴയൊക്കെ ഒന്ന് പെയ്ത് ഒരു ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലോണം പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കക്കക്കാരനെ തിരഞ്ഞിട്ടല്ല, കക്കക്കാരനെ നോക്കിയിട്ട് ഞാനിങ്ങനെ റൂട്ടിൽ നിൽക്കുക. അപ്പോൾ ആളെ കണ്ടില്ലെങ്കിൽ നിർത്താണ്ട് പോകും. അപ്പം ഞാൻ ആളെ നോക്കി നിൽക്കുക. ഇത് ഞങ്ങളെ വീട്ടിലെ മുല്ലയാണ് കേട്ടോ, ഉണ്ടമുല്ല. തോനെ മുല്ല ഉണ്ടാവാറുണ്ട്. എല്ലാ കൊല്ലവും നന്നായി മുല്ല ഉണ്ടാവും. അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം എന്താണാവോ മുല്ല അധികം ഉണ്ടായിട്ടില്ല. കുറച്ച് 5-10 മൊട്ട് മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ വീണ്ടും ഞാൻ കുറേ നേരം അയാളെ കാത്തു നിന്നു. ആൾ വരാൻ കുറച്ച് നേരം പിടിക്കും. എന്നാലും കുറേ നേരമൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോന പച്ചപ്പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ആ നേരത്തെ ഒരു അർജുനേട്ടൻ വരുന്നു. ഇതാണ് കക്ക വിൽക്കണ അർജുനേട്ടൻ. പാളിയിൽ നിന്ന് ഞങ്ങൾ കക്ക വാങ്ങിച്ചു. ഞാനും മോനും കൂട്ടിയിട്ടാണ് കക്ക വാങ്ങിച്ചത്. അങ്ങനെ കക്കയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരികയാണ്. 100-200 രൂപയ്ക്ക് കക്ക വാങ്ങിച്ചിട്ട്. കാരണം ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം കക്കയിൽ വെള്ളം കൂട്ടി ചോറിനാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ വെള്ളക്കക്കയാണ്. അപ്പോൾ കുറച്ചധികം ഞങ്ങൾ വാങ്ങിച്ചു. ഇനി കക്ക തിരിയണം. അങ്ങനെ അതിൻ്റെ ഉള്ളിട്ട് ഇതുപോലത്തെ വേസ്റ്റുകളുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കക്ക തിരിഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അമ്മ നല്ലോണം കക്ക ഒരു 4-5 വട്ടമൊക്കെ കഴുകിയിട്ട് അതിൽ ഇനിയും വെള്ളം എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഞങ്ങൾ കലത്തിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചു. മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാമൻ്റെ അവിടെ പോയിട്ട് മാങ്ങ പിടിച്ചിട്ട് വരണം. കക്കയിൽ മാങ്ങ ഇട്ടിട്ട് പുഴുങ്ങിയാലാണ് ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാമൻ്റെ അവിടേക്ക് പോയിട്ട് ഉണ്ണിയണ്ണനോട് മാങ്ങ പൊട്ടിച്ച് തരാൻ വേണ്ടിയിട്ട് കാലും കൈയും പിടിക്കുന്ന രംഗാണിട്ടത്. അവ എണീറ്റുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഞാൻ അവനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു. അപ്പോൾ ഞാൻ പൊട്ടിച്ചേരാൻ പറയുമ്പോൾ വീഡിയോയിലേക്കെങ്കിലും നോക്കടാന്ന് പറയുമ്പോൾ ഞാൻ പല്ല് വെച്ചിട്ട് മോളെ വെക്കരുത്. അങ്ങനെ അമ്മായി പൊട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മായി പറയുന്നുണ്ട് ഞാൻ പൊട്ടിക്കുന്നത് നീ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നോട് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ പക്ഷെ അമ്മായിക്ക് പറ്റണില്ല. തോട്ടിക്ക് തീരെ നീളമുള്ള തോട്ടിയാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ മേലേക്ക് അത് പൊന്തിക്കുമ്പോൾ അത് വളഞ്ഞ് വരിക. അപ്പോൾ അമ്മായിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മായിയും പറഞ്ഞു അവനോട് പൊട്ടിച്ചേരാം. പക്ഷെ അവൻ ഇരുന്നൂടത്തുനിന്ന് ഈ പശ തേച്ചിരിക്കണ പോലെ ഇരുന്നൂടത്തുനിന്ന് അവൻ ഇളകുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ എന്താ പറയുക പൊട്ടിച്ചു. 2-3 മാങ്ങയൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു. അപ്പോഴത്തേന് മേമ വന്നു കേട്ടോ. മേമയും കുറേ പറഞ്ഞു അവനോട് പൊട്ടിച്ചെന്നില്ല. വേണ്ടല്ലോ, എന്നാലും ഞങ്ങൾക്ക് മാങ്ങയൊക്കെ കിട്ടി. പക്ഷെ മൂത്ത മാങ്ങയായിരുന്നു. ചള്ളു മാങ്ങ വേണം കക്കയിലിട്ടിട്ട് പുഴുങ്ങാൻ. എന്തുട്ടായാലും വേണ്ടില്ല, മൂത്തതും കൊണ്ടിട്ട് ഞങ്ങൾ പോന്നു. അപ്പോഴത്തേനും സ്വത്ത് വന്നു കേട്ടാ. സ്വത്തുവിൻ്റെ അച്ഛനെ യാത്ര അയക്കാൻ പോയേക്കിടുന്നു. അവനെ വണ്ടിയും റൗണ്ട് ചുറ്റിയിട്ട് വരണം. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ മോനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. അപ്പോൾ അവർ തമ്മിൽ സ്നേഹപ്രകടനം കാണിക്കുമായിരുന്നു. തോനെ മാങ്ങ ഉണ്ട് അതുമ്മ, നല്ല മൂത്തത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വീഴും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുള്ള മാങ്ങ. അപ്പോൾ മാങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി മാങ്ങയൊക്കെ ഇട്ടിട്ട് കക്ക പുഴുങ്ങാൻ വേണ്ടി വെച്ചു. കക്കയുടെ ഉള്ളിൽ മാങ്ങ അങ്ങനെ തോലോടുക്കനെ പൂളാക്കി ചെത്തിയിട്ട് അത് കക്കയുടെ അടിയിൽ വെച്ച് കൊടുക്കണം. അപ്പോഴാണ് അത് പുഴുങ്ങാൻ പറ്റുള്ളൂ. പുഴുങ്ങി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ട് അങ്ങനെ കക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. കക്ക പുഴുങ്ങുമ്പോൾ ഒരിക്കലും വെള്ളം വെക്കാൻ പാടില്ല. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. തീരെ എന്താ പറയുക, വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ കക്ക പുഴുങ്ങിയിട്ട് ഇങ്ങനെ ചെമ്പ് നിന്നിട്ട് ഞങ്ങളിങ്ങനെ ഊറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ അങ്ങനെ അതിലിരുന്നിട്ട് നോക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പുഴുങ്ങിക്കഴിഞ്ഞാൽ ആറടുത്ത് വരുമ്പോഴേക്കും പകുതി മുക്കാലും കക്ക ഞങ്ങളെ വയറ്റിലേക്ക് പോയിട്ടുണ്ടാവും. എൻ്റെ അമ്മ പുഴുങ്ങാൻ മാത്രമേ ഞങ്ങളെ ഏൽപ്പിക്കുള്ളൂ. ആറെടുക്കാൻ എൻ്റെ അമ്മ ഒരിക്കലും ഞങ്ങളെ ഏൽപ്പിക്കില്ല. കാരണം ആറടുത്ത് വരുമ്പോഴേക്കും പിന്നെ കൂട്ടാൻ വയ്ക്കാൻ വേറെ കക്ക വാങ്ങിക്കേണ്ടി വരും എന്ന് പറയും. എന്നാലും ഞങ്ങൾ ഇപ്രാവശ്യം ആറെടുക്കാനൊക്കെ ഇരുന്നു. കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിള്ളേർ ഇതുപോലെ കുറേ പാത്രത്തിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിച്ചു. ഞങ്ങളും കുറേ കഴിച്ചു. അങ്ങനെ അറയൊക്കെ എടുത്തിട്ട് കൂട്ടാൻ വയ്ക്കാൻ നിന്നു അമ്മ. കൂട്ടാൻ വെക്കണതൊന്നും ഞാൻ ശരിക്കും കാണിക്കുന്നില്ല കേട്ടോ. കാരണം അമ്മ അപ്പോഴത്തേനൊക്കെ കൂട്ടാൻ്റെ പണിയൊക്കെ കഴിച്ചു. ഞങ്ങൾ ബാക്കിയുള്ള പണി ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ കൂട്ടാനൊക്കെ വെക്കണ ഞാൻ പിന്നെ ഒരു ദിവസം റെസിപ്പി ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ കക്കവെള്ളം ഉണ്ടാക്കി. കക്കവെള്ളം അതുപോലെ തന്നെ അമ്മയുടെ ഒരു റെസിപ്പി ഉണ്ട്, അത് ഞാനിടാം. ഞങ്ങൾക്ക് കക്ക കൂട്ടാൻ വയ്ക്കണേക്കാളും മറക്കണേക്കാളും ഇഷ്ടം കക്കവെള്ളം കുടിച്ച് ചോറിനാണ് കേട്ടോ. അങ്ങനെ മക്ക ഞങ്ങൾ അടിച്ച് പൊളിച്ച് ചോറുണ്ട്.
ചോറൊക്കെ വയറ് നിറച്ചുകൊണ്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു മയക്കമുണ്ട്. അപ്പോൾ ഞാനും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് ഉച്ചയ്ക്കൊന്ന് കിടന്നുറങ്ങി ഒരു 3:30-4 മണിയൊക്കെ എണീറ്റു. ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിലൊരു പുഴയുണ്ട്. ഞങ്ങൾ ബാക്കിൽ പുഴയാണ്. അവിടെ ഞങ്ങൾ ആദ്യമൊന്നും അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. അവിടെ ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് കാണാനായിട്ടുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ പൂജയൊക്കെ അടിച്ചിട്ടും ചെളി കുത്തിയിട്ടൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാം. അപ്പോൾ ഞാനും പിള്ളേരും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് പോയി. പിള്ളേരൊക്കെ പൂഴിയിൽ കിടന്ന് കിടന്നിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചു കളിച്ചോട്ടേന്ന്. കാരണം ഇപ്പോൾ അവർക്ക് എന്താ പറയുക, ഇപ്പോൾ പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ബിസിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്ക് കളിക്കാനുള്ള ഒരു അവസരങ്ങളൊക്കെ കിട്ടുകയെന്ന് വെച്ചെങ്കിൽ അവർ നല്ലപോലെ അവരെ വെക്കേഷനൊക്കെ ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലോണം കളിച്ചോളാൻ പറഞ്ഞു. പിന്നെ പൂഴിയല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കണമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആഴമൊന്നുമില്ല, ചെളിയൊക്കെ കുത്തി പൂഴിയൊക്കെ ഇട്ടിട്ട് വലിയ ആഴമൊന്നുമില്ല, മുട്ട് വരെ ഇറങ്ങാനുള്ള വെള്ളമുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ധൈര്യത്തിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു അവർക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട്. ചേട്ടൻ്റെ അവിടെ ഒന്നും ഇതുപോലെ പുഴയും തോടും കാര്യങ്ങളൊന്നും ഇല്ല. കുളമുള്ളത് പിന്നെ അമ്പലക്കുളമാണ്. അതിലൊന്നും പിന്നെ പിള്ളേരെ നമ്മൾക്ക് തനിച്ചൊന്നും വിടാൻ പറ്റില്ല. ഇവിടെയെന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാനാണ്. കാരണം ഇവിടെ പിള്ളേരും ഉണ്ട് അധികം കളിക്കാനും ഒക്കെ ആയിട്ട്. അവിടെ പിന്നെ അധികം പിള്ളേരൊന്നുമില്ല. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ. അച്ചാച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് പറയാൻ വേണ്ട, ജീവൻ്റെ ജീവൻ. എന്നെക്കാളും ഒക്കെ ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെയാണ്. പിന്നെ അച്ഛനും പിന്നെ അവരെ താളത്തിനനുസരിച്ച് നിൽക്കൂട്ടാ. ലാസ്റ്റ് പിന്നെ ഇവർ കളിച്ച് പിന്നെ കയറാണ്ടായി. ഇവർ പിന്നെ പറഞ്ഞത് കൂട്ടാക്കാണ്ടായി. അങ്ങനെ ഞാൻ വടിയൊക്കെ എടുത്തിട്ട് ഇവരായിട്ട് ഗുസ്തി പിടിക്കാൻ നിൽക്കുക, കയറാൻ പറഞ്ഞിട്ട്. പിന്നെ അമ്മയെന്ന് അവിടെ നിന്ന് വിളിച്ചു തുടങ്ങി വിളക്ക് വയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരാളെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഒരാൾ ഇപ്പുറത്ത് കൂടെ വരും. അങ്ങനെ ഇവരായിട്ടൊരു യുദ്ധം തന്നെയായിരുന്നു. ഇത് കണ്ടില്ലേ, ഓരോരുത്തരെ കയറ്റുമ്പോൾ ഓരോരുത്തരെ ഇറങ്ങും. അങ്ങനെ ഒരു വിധേനൊക്കെ ഗുസ്തി പിടിച്ചിട്ട് ഇവരെ മേപ്പുറത്തേക്ക് കയറ്റി. അങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങണേക്കാളും മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെക്കേഷൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇതുപോലെ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ ടൂറ് പോകാനും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളെ സന്തോഷം ഞങ്ങളുടെ ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിച്ചത്. ഇഷ്ടമായിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.